ടോമിൻ തച്ചങ്കരിക്കെതിരെ അന്വേഷണം. വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ടോമിൻ ജെ തച്ചങ്കരി സ്വകാര്യ വാഹനത്തിലും ഔദ്യോഗിക മുദ്രകൾ ഉപയോഗിച്ച സംഭവത്തിൽ DGP റവാഡ ചന്ദ്രശേഖർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. കോട്ടയം SP-യോടാണ് DGP അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. സ്വകാര്യ വാഹനത്തിൽ നക്ഷത്രമുദ്ര വെച്ച തച്ചങ്കരി യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് വിവാദമായിരുന്നു. ഒരു കേസുമായി ബന്ധപ്പെട്ട കോട്ടയം കോടതിയിലെത്തിയപ്പോഴായിരുന്നു കാറിൽ നമ്പർ പ്ലേറ്റിന് സമീപം സ്ഥാപിച്ചിരുന്ന ഔദ്യോഗിക നക്ഷത്ര ചിഹ്നം മാധ്യമ ശ്രദ്ധയിൽപ്പെട്ടത്. നിയമലംഘനം ചൂണ്ടിക്കാട്ടിയതോടെ ധൃതിയിൽ വാഹനത്തിലെ ബോർഡ് മാറ്റാൻ ശ്രമിക്കുകയും സ്ഥലത്ത് നിന്ന് വാഹനം മാറ്റുകയും ചെയ്തു. ഡ്രൈവർക്ക് സംഭവിച്ച വീഴ്ചയാണെന്നും 3 സ്റ്റാർ ബോർഡ് വെച്ച് താൻ യാത്ര ചെയ്തിട്ടില്ല എന്നുമാണ് തച്ചങ്കരിയുടെ വിശദീകരണം. കേരള പോലീസിൽ DGP റാങ്കിലുണ്ടായിരുന്ന ടോമിൻ ജെ തച്ചങ്കരി 3 വർഷം മുമ്പാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. സംവിധായകൻ B. ഉണ്ണികൃഷ്ണൻ ഫെഫ്ക ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് സ്ഥാനം ഒഴിയുന്നതെന്നാണ് ഉണ്ണികൃഷ്ണന്റെ വിശദീകരണം. ദീർഘകാലമായി ഫെഫ്ക ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഉണ്ണികൃഷ്ണൻ. B. ഉണ്ണികൃഷ്ണൻ രാജിക്കത്ത് നൽകിയതിന് പിന്നാലെ ഫെഫ്ക അടിയന്തര ജനറൽ കൗൺസിൽ യോഗം ചേർന്നു. കൊച്ചിയിൽ നടക്കുന്ന യോഗത്തിൽ B. ഉണ്ണികൃഷ്ണനും പങ്കെടുക്കുന്നുണ്ട്. രാജ്യസംഘടന സ്വീകരിച്ചിട്ടില്ല എന്നാണ് വിവരം. പുതിയ നേതൃത്വം വരട്ടെ എന്ന നിലപാടിലാണ് ഉണ്ണികൃഷ്ണൻ. സംഘടന രൂപവത്കരിച്ച കാലം മുതൽ B. ഉണ്ണികൃഷ്ണൻ നേതൃത്വത്തിലുണ്ട്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർക്ക് സൂര്യാതപമേറ്റു. കളിച്ചുകൊണ്ടിരിക്കെയാണ് കുട്ടികൾക്ക് സൂര്യതാപമേറ്റത്. കൊണ്ടോട്ടിയിലെ കരിപ്പൂർ കുമ്മണിപ്പറമ്പ് സ്വദേശിക്കും വാളാഞ്ചേരി സ്വദേശികളായ കുട്ടികൾക്കുമാണ് ഇന്നലെ ഉച്ചയ്ക്ക് പൊള്ളലേറ്റത്. വാളാഞ്ചേരി പൈങ്ങണ്ണൂർ നിരപ്പിൽ തെങ്ങുംതോട്ടത്തിൽ പ്രമോദ് ഷാനില ദമ്പതികളുടെ 3ഉം 5ഉം വയസ്സുള്ള ആൺകുട്ടികൾക്കാണ് പൊള്ളലേറ്റത്. വിദേശത്തായിരുന്ന കുടുംബം ഏതാനും ദിവസം മുമ്പാണ് നാട്ടിലെത്തിയത്. നാട്ടിലെ കഠിനമായ വെയിൽ നേരിട്ട് ശരീരത്തിൽ തട്ടിയതാണ് പൊള്ളലിന് കാരണമായത്. അതേസമയം കനത്ത ചൂടിൽ എറണാകുളം പഴങ്ങനാട് ബൈക്കിന്റെ സീറ്റ് അപ്ഹോൾസ്റ്ററി കത്തി നശിച്ചു. സമരിട്ടൻ ആശുപത്രിക്ക് മുന്നിൽ പാർക്കിംഗ് സ്ഥലത്ത് വെച്ചാണ് സംഭവം. സെക്യൂരിറ്റി ജീവനക്കാർ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീ കെടുത്തിയതിനാൽ വൻ അപകടം ഒഴിവായി. പാനൂർ ചിത്രവയലിൽ നിന്നാണ് ബോംബ് കണ്ടെത്തിയത്. 2 സ്റ്റീൽ ബോംബും 1 നാടൻ കെട്ടുബോംബുമാണ് കണ്ടെത്തിയത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയത്. ഒഴിഞ്ഞ പറമ്പിൽ നിന്നാണ് ബോംബുകൾ കണ്ടെത്തിയത്. ACP ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്തെത്തി. ഉടൻ ബോംബുകൾ നിർവീര്യമാക്കും. കഴിഞ്ഞ ദിവസം വടകരയിൽ നിന്നും സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയിരുന്നു. വടകര ചാനിയം കടവിന് സമീപമാണ് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത്. 3 സ്റ്റീൽ ബോംബാണ് കണ്ടെത്തിയത്. പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബോംബ് കണ്ടെത്തിയത്. ബോംബ് നിർവീര്യമാക്കി. റോഡിന് കുറുകെയുള്ള ചാലിലാണ് ബോംബ് കണ്ടെത്തിയത്.